നമസ്കാരം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ 2023 മെയ് കറണ്ട് അഫേഴ്സിൻ്റെ 4ാം ഭാഗമാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ചോദ്യോത്തരങ്ങളിലേക്ക് പോകാം. ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോൾ ക്ലബ്ബായ ATK മോഹൻ ബഗാൻ്റെ പുതിയ പേര്. ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോൾ ക്ലബ്ബായ ATK മോഹൻ ബഗാൻ്റെ പുതിയ പേര് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ്. 2023 അന്തരിച്ച മുൻ കേന്ദ്രമന്ത്രിയും ലോക്സഭാ അംഗവുമായ വ്യക്തി. 2023 അന്തരിച്ച മുൻ കേന്ദ്രമന്ത്രിയും ലോക്സഭാ അംഗവുമായ വ്യക്തി രത്തൻലാൽ കഥാരിയ. ആസ്ട്രോണമിക്കൽ സൊസൈറ്റി ഓഫ് ഇന്ത്യയുടെ പ്രഥമ ഗോവിന്ദ സ്വരൂപ് ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡ് നേടിയത്. ആസ്ട്രോണമിക്കൽ സൊസൈറ്റി ഓഫ് ഇന്ത്യയുടെ പ്രഥമ ഗോവിന്ദ സ്വരൂപ് ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡ് നേടിയത് ജയന്ത് നർലിക്കർ. 2023 ഓഷൻ കോൺഫറൻസിൻ്റെ പ്രമേയം. 2023 ഓഷൻ കോൺഫറൻസിൻ്റെ പ്രമേയം സമാധാനം, സമൃദ്ധി, പങ്കാളിത്തം. സമാധാനം, സമൃദ്ധി, പങ്കാളിത്തം. 46ാമത് കേരള ഫിലിം ക്രിട്ടിക്സ് അവാർഡിൽ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത്. 46ാമത് കേരള ഫിലിം ക്രിട്ടിക്സ് അവാർഡിൽ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് കുഞ്ചാക്കോ ബോബൻ, ദർശന രാജേന്ദ്രൻ. മികച്ച നടൻ കുഞ്ചാക്കോ ബോബൻ, മികച്ച നടി ദർശന രാജേന്ദ്രൻ. അടുത്തിടെ വയനാട്ടിൽ കണ്ടെത്തിയ ശലഭ ഇനം. അടുത്തിടെ വയനാട്ടിൽ കണ്ടെത്തിയ ശലഭ ഇനം തജൂരിയ മാക്കുലേറ്റ. ഇന്ത്യയിലെ 22 ഭാഷകൾ എളുപ്പത്തിൽ പഠിക്കാൻ കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ. ഇന്ത്യയിലെ 22 ഭാഷകൾ എളുപ്പത്തിൽ പഠിക്കാൻ കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ ഭാഷാ സംഘം. നാഷണൽ അക്കാദമി ഓഫ് കോസ്റ്റൽ പോലീസ് ക്യാമ്പസ് നിലവിൽ വരുന്നത്. നാഷണൽ അക്കാദമി ഓഫ് കോസ്റ്റൽ പോലീസ് ക്യാമ്പസ് നിലവിൽ വരുന്നത് ദ്വാരക. ഓട് കൈത്തറി മ്യൂസിയം നിലവിൽ വന്നത് എവിടെ? ഓട് കൈത്തറി മ്യൂസിയം നിലവിൽ വന്നത് എവിടെ? പയ്യാമ്പലം. അത്ലറ്റിക്സിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തിൽ ലോക റാങ്കിങ്ങിൽ ഒന്നാമതെത്തുന്ന ആദ്യ ഇന്ത്യക്കാരൻ. അത്ലറ്റിക്സിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തിൽ ലോക റാങ്കിങ്ങിൽ ഒന്നാമതെത്തുന്ന ആദ്യ ഇന്ത്യക്കാരൻ നീരജ് ചോപ്ര. 2023 അന്തരിച്ച തെന്നിന്ത്യൻ ചലച്ചിത്ര താരം. 2023 അന്തരിച്ച തെന്നിന്ത്യൻ ചലച്ചിത്ര താരം ശരത് ബാബു. 2023 കർണാടക നിയമസഭാ സ്പീക്കറായി ചുമതലയേൽക്കുന്ന മലയാളി. 2023 കർണാടക നിയമസഭാ സ്പീക്കറായി ചുമതലയേൽക്കുന്ന മലയാളി UT ഖാദർ. 2023 ഖേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിംസ് വേദി. 2023 ഖേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിംസ് വേദി ഉത്തർപ്രദേശ്. 2023 അന്തരിച്ച തെലുങ്ക് സാഹിത്യകാരൻ. 2023 അന്തരിച്ച തെലുങ്ക് സാഹിത്യകാരൻ കേതു വിശ്വനാഥ റെഡ്ഡി. കേതു വിശ്വനാഥ റെഡ്ഡി. ത്രിപുര ടൂറിസം അംബാസഡറായി നിയമിതനായത്. ത്രിപുര ടൂറിസം അംബാസഡറായി നിയമിതനായത് സൗരവ് ഗാംഗുലി. സംസ്ഥാനത്തെ കോർപ്പറേഷനുകളിൽ ക്രമക്കേട് കണ്ടെത്താൻ വിജിലൻസ് നടത്തിയ പരിശോധന. സംസ്ഥാനത്തെ കോർപ്പറേഷനുകളിൽ ക്രമക്കേട് കണ്ടെത്താൻ വിജിലൻസ് നടത്തിയ പരിശോധന ഓപ്പറേഷൻ ക്ലീൻ കോർപ്പ്. 2023 കാലാവസ്ഥ ഉച്ചകോടിയുടെ ഉപദേശക സമിതിയിൽ ഉൾപ്പെട്ട ഇന്ത്യക്കാർ. 2023 കാലാവസ്ഥ ഉച്ചകോടിയുടെ ഉപദേശക സമിതിയിൽ ഉൾപ്പെട്ട ഇന്ത്യക്കാർ മുകേഷ് അംബാനി, സുനിത നരേൻ. 2023 ലെയ്പ്സിംഗ് ബുക്ക് പ്രൈസ് ലഭിച്ച അമേരിക്കൻ ജേർണലിസ്റ്റ്. 2023 ലെയ്പ്സിംഗ് ബുക്ക് പ്രൈസ് ലഭിച്ച അമേരിക്കൻ ജേർണലിസ്റ്റ് മരിയ സ്കെപ്പാനോസ. 2024 ക്വാഡ് ഉച്ചകോടി വേദി. 2024 ക്വാഡ് ഉച്ചകോടി വേദി ഇന്ത്യ. 2025 കാലാവസ്ഥ ഉച്ചകോടിക്ക് വേദിയാകുന്നത്. 2025 കാലാവസ്ഥ ഉച്ചകോടിക്ക് വേദിയാകുന്നത് ബ്രസീൽ. 44-45 ആസിയാൻ ഉച്ചകോടിക്ക് വേദിയാകാൻ പോകുന്ന രാജ്യം. 44-45 ആസിയാൻ ഉച്ചകോടിക്ക് വേദിയാകാൻ പോകുന്ന രാജ്യം ലാവോസ്. പുതിയ പാർലമെൻറ്റിൻ്റെ സ്മരണയ്ക്ക് പുറത്തിറക്കുന്നത് എത്ര രൂപ നാണയമാണ്? പുതിയ പാർലമെൻറ്റിൻ്റെ സ്മരണയ്ക്ക് പുറത്തിറക്കുന്നത് എത്ര രൂപ നാണയമാണ്? 75. ഗാർഹിക തൊഴിലാളികളെ തൊഴിലാളികളായി അംഗീകരിച്ച് നിയമപരമായ ഇളവ് നൽകുന്നതിനുള്ള ബില്ലിന് രൂപം നൽകിയ ആദ്യ സംസ്ഥാനം. ഗാർഹിക തൊഴിലാളികളെ തൊഴിലാളികളായി അംഗീകരിച്ച് നിയമപരമായ ഇളവ് നൽകുന്നതിനുള്ള ബില്ലിന് രൂപം നൽകിയ ആദ്യ സംസ്ഥാനം കേരളം.
2023 കൃത്രിമ കാലുകൾ ഉപയോഗിച്ച് എവറസ്റ്റ് കീഴടക്കിയ മുൻ ഗൂർഖ സൈനികൻ. 2023 കൃത്രിമ കാലുകൾ ഉപയോഗിച്ച് എവറസ്റ്റ് കീഴടക്കിയ മുൻ ഗൂർഖ സൈനികൻ ഹരിബുദ്ധ മഗർ. ഇൻസ്റ്റഗ്രാമിൽ 250 മില്യൺ ഫോളോവേഴ്സ് തികയ്ക്കുന്ന ആദ്യ ഏഷ്യക്കാരൻ. ഇൻസ്റ്റഗ്രാമിൽ 250 മില്യൺ ഫോളോവേഴ്സ് തികയ്ക്കുന്ന ആദ്യ ഏഷ്യക്കാരൻ വിരാട് കോഹ്ലി. പായ്വഞ്ചിയിൽ ലോകം ചുറ്റാൻ ഇന്ത്യൻ നാവികസേന തിരഞ്ഞെടുത്ത മലയാളികളിൽ ഉൾപ്പെട്ട വനിത കെ ദിൽന. പായ്വഞ്ചിയിൽ ലോകം ചുറ്റാൻ ഇന്ത്യൻ നാവികസേന തിരഞ്ഞെടുത്ത മലയാളികളിൽ ഉൾപ്പെട്ട വനിത കെ ദിൽന. INS വിക്രാന്തിൽ ആദ്യമായി രാത്രി ലാൻഡിംഗ് നടത്തിയ യുദ്ധവിമാനം. INS വിക്രാന്തിൽ ആദ്യമായി രാത്രി ലാൻഡിംഗ് നടത്തിയ യുദ്ധവിമാനം MiG-29K. MiG-29K. കോപ്പ ഇറ്റാലിയ ജേതാക്കൾ. കോപ്പ ഇറ്റാലിയ ജേതാക്കൾ ഇന്റർ മിലാൻ. 2023 അന്തരിച്ച പോപ്പ് സംഗീതജ്ഞ. 2023 അന്തരിച്ച പോപ്പ് സംഗീതജ്ഞ ടീന ടർണർ. 2023 കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായി ചുമതലയേറ്റത്. 2023 കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായി ചുമതലയേറ്റത് SV ഭട്ടി. IPLലെ ആദ്യത്തെ കണക്ഷൻ സബ്സ്റ്റിറ്റ്യൂട്ട്. IPLലെ ആദ്യത്തെ കണക്ഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് വിഷ്ണു വിനോദ്. വിനോദസഞ്ചാര വകുപ്പിന് കീഴിലുള്ള കേരളത്തിലെ ആദ്യത്തെ ഗ്ലാസ് ബ്രിഡ്ജ് നിലവിൽ വരുന്നത്. വിനോദസഞ്ചാര വകുപ്പിന് കീഴിലുള്ള കേരളത്തിലെ ആദ്യത്തെ ഗ്ലാസ് ബ്രിഡ്ജ് നിലവിൽ വരുന്നത് ആക്കുളം. ചന്ദ്രയാൻ 3 വിക്ഷേപിക്കുന്നതിനായി തിരഞ്ഞെടുത്തിരിക്കുന്ന തീയതി. ചന്ദ്രയാൻ 3 വിക്ഷേപിക്കുന്നതിനായി തിരഞ്ഞെടുത്തിരിക്കുന്ന തീയതി. അപ്പോൾ അതിലൊരു ചേഞ്ച് ഉണ്ട്. ചന്ദ്രയാൻ 3 വിക്ഷേപിച്ച് 2023 ജൂലൈ 14. അപ്പോൾ ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചത് 2023 ജൂലൈ 14. ആദ്യത്തെ അർബൻ ക്ലൈമറ്റ് ഫിലിം ഫെസ്റ്റിവലിന് വേദിയാകുന്ന നഗരം. ആദ്യത്തെ അർബൻ ക്ലൈമറ്റ് ഫിലിം ഫെസ്റ്റിവലിന് വേദിയാകുന്ന നഗരം കൊൽക്കത്ത. 2020-21 നീതി ആയോഗ് ആരോഗ്യ സൂചികയിൽ വലിയ സംസ്ഥാനങ്ങളുടെ വിഭാഗത്തിൽ ഒന്നാം സ്ഥാനം നേടിയത്. 2020-21 നീതി ആയോഗ് ആരോഗ്യ സൂചികയിൽ വലിയ സംസ്ഥാനങ്ങളുടെ വിഭാഗത്തിൽ ഒന്നാം സ്ഥാനം നേടിയത് കേരളം. 2023 മെയ് മാസത്തിൽ ജെൻഡർ ന്യൂട്രൽ യൂണിഫോം അനുവദിച്ച കേരളത്തിലെ ആദ്യ സർവകലാശാല. 2023 മെയ് മാസത്തിൽ ജെൻഡർ ന്യൂട്രൽ യൂണിഫോം അനുവദിച്ച കേരളത്തിലെ സർവകലാശാല കുസാറ്റ്. തുർക്കി പ്രസിഡന്റായി വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടത്. തുർക്കി പ്രസിഡന്റായി വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടത് തയ്യിപ്പ് എർദോഗൻ. തയ്യിപ്പ് എർദോഗൻ. 2023 ഫിബ ഏഷ്യ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത്. 2023 ഫിബ ഏഷ്യ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് കെ ഗോവിന്ദരാജ്. ക്യാൻ ഫിലിം ഫെസ്റ്റിവലിൽ പാംദിയോർ പുരസ്കാരം നേടിയത്. ക്യാൻ ഫിലിം ഫെസ്റ്റിവലിൽ പാംദിയോർ പുരസ്കാരം നേടിയത് അനാട്ടമി ഓഫ് എ ഫോൾ. അനാട്ടമി ഓഫ് എ ഫോൾ. പെർഫെക്റ്റ് ഡേയ്സ് എന്ന ചിത്രത്തിലൂടെ ക്യാൻ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത്. പെർഫെക്റ്റ് ഡേയ്സ് എന്ന ചിത്രത്തിലൂടെ ക്യാൻ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് കോജി യാക്കുഷോ. ക്യാൻ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച നടിയായി തിരഞ്ഞെടുക്കപ്പെട്ടത്. ക്യാൻ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച നടിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് മെർവ് ഡിസ്ഡാർ. മെർവ് ഡിസ്ഡാർ. ക്യാൻ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച സംവിധായകനുള്ള അവാർഡ് ലഭിച്ചത്. ക്യാൻ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച സംവിധായകനുള്ള അവാർഡ് ലഭിച്ചത് ട്രാൻ ആൻ ഹങ്. ട്രാൻ ആൻ ഹങ്. ക്യാൻ ഫിലിം ഫെസ്റ്റിവലിൽ ജൂറി അവാർഡ് നേടിയ ചിത്രം. ക്യാൻ ഫിലിം ഫെസ്റ്റിവലിൽ ജൂറി അവാർഡ് നേടിയ ചിത്രം ഫാളൻ ലീവ്സ്. എല്ലാ സംസ്ഥാനങ്ങളിലും നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന നീതി ആയോഗിന് സമാനമായ സംവിധാനം. എല്ലാ സംസ്ഥാനങ്ങളിലും നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന നീതി ആയോഗിന് സമാനമായ സംവിധാനം സ്റ്റേറ്റ് സപ്പോർട്ട് മിഷൻ. പാർലമെൻറ്റ് മന്ദിരത്തിലെ ശില്പ ഗാലറി രൂപകൽപ്പന ചെയ്തത്. പാർലമെൻറ്റ് മന്ദിരത്തിലെ ശില്പ ഗാലറി രൂപകൽപ്പന ചെയ്തത് ജയ ജെയ്റ്റ്ലി. 2023 മലേഷ്യ ബാഡ്മിൻ്റൺ കിരീടം നേടിയത്. 2023 മലേഷ്യ ബാഡ്മിൻ്റൺ കിരീടം നേടിയത് HS പ്രണോയ്. 2023 കേന്ദ്ര വിജിലൻസ് കമ്മീഷണറായി ചുമതലയേറ്റത്. 2023 കേന്ദ്ര വിജിലൻസ് കമ്മീഷണറായി ചുമതലയേറ്റത് പ്രവീൺ കുമാർ ശ്രീവാസ്തവ. 2023 മഹാരാഷ്ട്രയുടെ
സ്മൈൽ അംബാസഡറായി നിയമിതനായത്? 2023 മഹാരാഷ്ട്രയുടെ സ്മൈൽ അംബാസഡറായി നിയമിതനായത് സച്ചിൻ തെണ്ടുൽക്കർ. ലോകാരോഗ്യ സംഘടനയുടെ എക്സ്റ്റേണൽ ഓഡിറ്ററായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടത്? ലോകാരോഗ്യ സംഘടനയുടെ എക്സ്റ്റേണൽ ഓഡിറ്ററായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടത് ഗിരീഷ് ചന്ദ്ര മുർമു. വടക്ക് കിഴക്കൻ ഇന്ത്യയിലെ ആദ്യ വന്ദേ ഭാരത് എക്സ്പ്രസ് ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ? വടക്ക് കിഴക്കൻ ഇന്ത്യയിലെ ആദ്യ വന്ദേ ഭാരത് എക്സ്പ്രസ് ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഗുവാഹത്തി, ന്യൂ ജയ്പാൽഗുഡി. 2023 മോഖാര എന്ന ഭവന പദ്ധതി ആരംഭിച്ച സംസ്ഥാനം? 2023 മോഖാര എന്ന ഭവന പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഒഡീഷ. 2023 മെയ് 29 ISRO വിജയകരമായി വിക്ഷേപിച്ച ഗതിനിർണയ ഉപഗ്രഹം? 2023 മെയ് 29 ISRO വിജയകരമായി വിക്ഷേപിച്ച ഗതിനിർണയ ഉപഗ്രഹം NVS-1. IPL 2023 ജേതാക്കൾ? IPL 2023 ജേതാക്കൾ ചെന്നൈ സൂപ്പർ കിങ്സ്. IPLൽ 250 മത്സരങ്ങൾ പൂർത്തിയാക്കിയ ആദ്യ താരം? IPLൽ 250 മത്സരങ്ങൾ പൂർത്തിയാക്കിയ ആദ്യ താരം MS ധോണി. ഇന്ത്യയിലെ ആദ്യത്തെ നിയോ മെട്രോ നിലവിൽ വരുന്നത്? ഇന്ത്യയിലെ ആദ്യത്തെ നിയോ മെട്രോ നിലവിൽ വരുന്നത് ഡെറാഡൂൺ. 2023 മെയ് മാസത്തിൽ വിരമിച്ച കേരള മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ? 2023 മെയ് മാസത്തിൽ വിരമിച്ച കേരള മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ജസ്റ്റിസ് ആൻ്റണി ഡൊമിനിക്. ആരുടെ ജന്മദിനമാണ് ഗ്രാസ് റൂട്ട് ദിനമായി ആചരിക്കാൻ അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ തീരുമാനിച്ചത്? ആരുടെ ജന്മദിനമാണ് ഗ്രാസ് റൂട്ട് ദിനമായി ആചരിക്കാൻ അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ തീരുമാനിച്ചത്? PK ബാനർജി. കുടുംബശ്രീയുടെ മുദ്രഗീതം ഒരുമിച്ചുണരാം ഒരുമിച്ചുയരാം. 2023 എത്ര രൂപ കറൻസിയാണ് രാജ്യത്ത് നിരോധിച്ചത്? 2023 എത്ര രൂപ കറൻസിയാണ് രാജ്യത്ത് നിരോധിച്ചത്? 2000. 2022-23 സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ GDP വളർച്ചാ നിരക്ക്? 2022-23 സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ GDP വളർച്ചാ നിരക്ക് 7.2%. 2023 മെയ് മാസത്തിൽ G20 അംഗരാജ്യങ്ങളുടെ വിനോദസഞ്ചാര സമ്മേളനം നടന്നത് എവിടെ വെച്ചാണ്? 2023 മെയ് മാസത്തിൽ G20 അംഗരാജ്യങ്ങളുടെ വിനോദസഞ്ചാര സമ്മേളനം നടന്നത് എവിടെ വെച്ചാണ്? ശ്രീനഗർ. അപ്പോൾ PSC ബുള്ളറ്റിലെ മെയ് മാസത്തിലെ കറണ്ട് അഫയേഴ്സാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.